അവളത് കേട്ടതും കണ്ണീരൊക്കെ തുടച്ച് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, ആ ഇഷ്ടാ. എനിക്കെന്റെ കാശിനെ ഒരുപാട് ഇഷ്ടാ. അത് കേട്ടതും കാശി സന്തോഷം കൊണ്ട് അവളെ എടുത്ത് മേലെ ഉയർത്തി കറക്കി. അവളൊന്ന് പേടിച്ചു. പിന്നെ സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. സന്തോഷപ്രകടനമൊക്കെ കഴിഞ്ഞ് ധനിയെ താഴെ നിർത്തി. കാശി ആകെ കിതക്കുന്നുണ്ട്. ഒരു നിമിഷം അവൾ ഒന്ന് ചേർന്ന് നിന്നു. വീണ്ടും അവളെ അടുത്തേക്ക് ചേർത്തു. കിസ് ചെയ്യാൻ വേണ്ടി കാശി അടുത്തേക്ക് വന്നു. ഇത്തവണ ധനിയും ഒന്നും മിണ്ടുന്നില്ല. അവളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അവൻ അവളെ ലിപ് ടു ലിപ് കിസ് ചെയ്തു. ധ്വനിയും അതിൽ ലയിച്ചു നിന്നു. രണ്ടുപേരും കുറച്ച് നിമിഷത്തിന് മൗനമായിരുന്നു. ധ്വനി കാശിയെ ഇറുക്കി പിടിച്ചു. ആരോ താഴെ നിന്ന് ചുമക്കുന്നത് കേട്ടപ്പോൾ പെട്ടെന്ന് അവൾ ബോധത്തിലേക്ക് വന്നു. ലിപ് റിലീസ് ചെയ്ത് ഒരു പുഞ്ചിരിയോടെ റൂമിൽ നിന്ന് ഇറങ്ങി. ധ്വനിയും കതകടച്ച് റൂമിൽ കിടന്നു. അവൾ ഒരുപാട് സന്തോഷത്തിലാണ്. ആ രാത്രി അവൾക്ക് മധുരമേറിയതായിരുന്നു. പിന്നീടുള്ള നാളുകൾ അവളുടെ ജീവിതത്തിൽ സന്തോഷമേറിയതായിരുന്നു. മേലെ ഇവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ റൊമാൻസ് എന്നും പതിവായിരുന്നു. പക്ഷേ അരുതാത്തതൊന്നും അവർക്കിടയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലായിരുന്നു. ധനി കാശിയോട് അവളുടെ ആഗ്രഹമൊക്കെ പറഞ്ഞിരുന്നു. അവൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ ആവണം. അതിനുള്ള പഠിപ്പാണ് പഠിച്ചത്. പക്ഷേ ഇതുവരെ ജോലിയൊന്നും റെഡിയായിട്ടില്ല എന്നൊക്കെ. അപ്പോൾ കാശി തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മ സ്കൂളിൽ ഇരിക്കുമ്പോൾ എതുക്ക് കവലെ. 2 മാസം ആവാനായി തുടങ്ങി. ഒരു ദിവസം രാത്രി ധനിയും കാശിയും സംസാരിക്കുകയായിരുന്നു. അവൾ കാശിയോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകാൻ ടൈമായി തുടങ്ങി. ഇനി നമ്മൾ എന്ത് ചെയ്യും? കാണാൻ പറ്റുമോ? കാശി മറുപടി പറഞ്ഞു, നീ കവലപ്പെട വേണം. നമ്മ കാതിൽ വീട്ടിക്ക് ചൊല്ലിടാം. അവർ അത് അക്സെപ്റ്റ് ചെയ്യില്ല. അച്ഛനും അമ്മയും എന്നെ ചീത്ത പറയും. ധനി പറഞ്ഞ് കരഞ്ഞു തുടങ്ങി. അവളെ ചേർത്ത് പിടിച്ച് കാശി പറഞ്ഞു, ധ്വനി, നീ അഴുവാതെ മുറപ്പടി. നീ എന്നോട് പൊണ്ടാട്ടിതാ. മുറപ്പൊണ്ണ്. അപ്പുറം അക്കാവുക്കും എന്ത് ബന്ധം പിടിക്കും. അതും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് വീണ്ടും മാമ കിட்ட പേസിക്കറേ. അവളും അവനെ പിടിച്ച് ചെറുതായി കരയുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് രാജേഷ് അവിടെ നിൽക്കുന്നുണ്ട്. രാജേഷ് ആകെ ഷോക്കായി. ധോനി ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല. അദ്ദേഹം ഇതെല്ലാം കണ്ട് സ്തംഭിച്ചു നിന്നു. സങ്കടം അടക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. വേഗം നേരെ മുറിയിലേക്ക് പോയി കട്ടിലിൽ പോയി ഇരുന്ന് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുസുമം അവിടേക്ക് വന്നു. രാജേഷ് കരയുന്നത് കണ്ട് അവൾക്ക് ആകെ ഷോക്കായി. ഏട്ടാ, എന്തു പറ്റി? അവൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു. ഒന്നുമില്ല എന്ന് രാജേഷ് പറഞ്ഞു. ഒന്നുമില്ലാതെ ഏട്ടൻ ഇങ്ങനെ കരയുമോ? പറയൂ ഏട്ടാ, കുസുമ വീണ്ടും ചോദിച്ചു. രാജേഷ് നിറഞ്ഞ കണ്ണുകളോടെ പറയാൻ തുടങ്ങി. നമ്മുടെ ധോനി നമ്മളെ ചതിച്ചു. അവൾക്ക് നിന്റെ കാശിയെ ഇഷ്ടമാണ്. അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനത് കണ്ടു, എല്ലാം അറിഞ്ഞു. അത് കേട്ടതും കുസുമ ആകെ ഞെട്ടിത്തരിച്ചു. അവൾ ആകെ നിശബ്ദയായി. എല്ലാം നമ്മളോട് പറയുന്ന നമ്മുടെ ധോനി ഇത് മാത്രം നമ്മോട് പറഞ്ഞില്ല. അവളിൽ നിന്നും ഇങ്ങനൊരു പ്രവൃത്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല. സങ്കടം സഹിക്കാൻ പറ്റാതെ രാജേഷ് പറഞ്ഞു. രാജേഷ് ഏട്ടാ, ഞാൻ എന്താ പറയാ? മോൾ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് കരുതിയില്ല. ഇതെല്ലാവരും അറിഞ്ഞാൽ എന്താവും സംഭവിക്കുക? അവളുടെ ഇഷ്ടം ഒരു പ്രാവശ്യം പോലും നമ്മോട് പറഞ്ഞില്ലല്ലോ. മോൾ അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനം എടുക്കില്ല. അവൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ അവൾ ചൂസ് ചെയ്യാൻ ഉള്ളൂ. ഏട്ടനെ അറിയുന്നതല്ലേ. ഒരു പക്ഷേ കാശിയിൽ അവൾ എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടാവും. കുസുമ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എനിക്കും അതറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രശ്നത്തിന് നിൽക്കാതെ ഇങ്ങ് പോകുന്നത്. പിന്നെ മോള് നമ്മളോട് ഈ കാര്യം മറച്ചു വെച്ചതിൽ വിഷമവും വന്നു. രാജേഷ് സങ്കടത്തോടെ പറഞ്ഞു. കുസുമം രാജേഷിനെ ആശ്വസിപ്പിച്ചു. ഏട്ടാ, വിഷമിക്കണ്ട. എൻ്റെ അനിയൻ ആയതുകൊണ്ട് പറയുന്നതല്ല. കാശി നല്ല പയ്യനാ. അവൻ നമ്മുടെ മോളെ പൊന്നു പോലെ നോക്കും. പിന്നെ അവന് കല്യാണപ്രായം ആയി തുടങ്ങി. നമ്മുടെ മോൾക്കും. നമുക്കിതങ്ങ് സമ്മതിച്ചു കൊടുക്കാം. മക്കളെ വിഷമിപ്പിക്കണ്ടല്ലോ. നിന്റെ ഇഷ്ടം. നമ്മുടെ മോള് ഹാപ്പി ആയിരുന്നാൽ മതി. അതും പറഞ്ഞ് രണ്ടുപേരും സമാധാനത്തോടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ധനി അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ അവർ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ധോനിക്ക് വിഷമായി. അവൾ ചോദിച്ചു, എന്താ രണ്ടുപേരും എന്നോട് മിണ്ടാത്തെ?
എന്നോട് എന്തിനാ ദേഷ്യം? അപ്പോൾ അമ്മ പറഞ്ഞു, നീയല്ലേ ഞങ്ങളോട് ഇപ്പോൾ ഒന്നും മിണ്ടാത്തെ? ഇപ്പോൾ നീ ഒറ്റയ്ക്ക് എല്ലാം തീരുമാനിക്കുകയല്ലേ? ഞങ്ങളുടെ ആവശ്യം നിനക്കില്ലല്ലോ. അമ്മ എന്തോ അറിഞ്ഞുകൊണ്ടുള്ള സംസാരമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മടിയോടെ പറയാൻ തുടങ്ങി. അത് അമ്മ, ഞാൻ... അവൾ വിറച്ചു. പറയ്, ഇനി ഞങ്ങളെ വിഡ്ഢികളാക്കല്ലേ? നീ ഞങ്ങളോട് എല്ലാം മറച്ചു വെച്ചില്ലേ? ഇനി ഞങ്ങളുടെ ആവശ്യം നിനക്കില്ലല്ലോ. ചെറിയൊരു ദേഷ്യത്തോടെയും സങ്കടത്തോടെയും കുസുമം പറഞ്ഞു. ധ്വനി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സോറി അച്ഛാ, അമ്മേ, എന്നോട് ക്ഷമിക്കൂ. നിങ്ങളോട് പറയാൻ പേടിച്ചാണ് ഞാൻ പറയാതിരുന്നത്. എനിക്ക് കാശിയെ ഇഷ്ടമാണ്. അവനെ കല്യാണം കഴിക്കണം എന്നുണ്ട്. നിങ്ങളിത് എങ്ങനെ സ്വീകരിക്കുമെന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. അവൾ കരഞ്ഞു. രണ്ടുപേരുടെയും കാലിൽ വീണു. ധ്വനി ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ കരയുന്നത്. ആ കരച്ചിൽ നിന്ന് അവർക്ക് മനസ്സിലായി അവൾക്ക് കാശിയോടുള്ള സ്നേഹം എത്രമാത്രമാണെന്ന്. അവളുടെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ രണ്ടുപേരും ധ്വനിയെ എടുത്ത് സമാധാനിപ്പിച്ചു. മോൾ കരയണ്ട. ഞങ്ങളോട് പറയാത്തതിൽ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത്, രാജേഷ് പറഞ്ഞു. കുസുമ ധ്വനിയോട് പറഞ്ഞു, കാശിയെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യായി. അവൻ നല്ല പയ്യനാണ്. പിന്നെ ഇവിടെ നിനക്കവൻ മുറച്ചെറുക്കനാണ്. അതുകൊണ്ട് അതൊരു വിഷയമാവില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ അപ്പാവോട് ചോദിച്ചിട്ട് നമുക്കിത് തീരുമാനിക്കാം. മോള് ഹാപ്പി ആയിരിക്ക്. അവർ അത് പറഞ്ഞത് സന്തോഷം കൊണ്ട് ധ്വനി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു നേരെ മുകളിലേക്ക് ഓടി. അവളുടെ സന്തോഷം കണ്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ധ്വനി നേരെ പോയത് കാശിയുടെ അടുത്തേക്കായിരുന്നു. അവൻ പുസ്തകം എടുത്ത് വെക്കുകയായിരുന്നു. അവൾ ഓടിച്ചെന്ന് അവൻ്റെ പുറകിൽ ശക്തിയായി കെട്ടിപ്പിടിച്ചു. അവൻ പെട്ടെന്ന് ഞെട്ടി. പിന്നെ അവനെ ഇങ്ങനെ പിടിക്കുന്നത് ധ്വനിയായിരിക്കുമെന്ന് അവനറിയാമായിരുന്നു. കാശി അവളെ മുൻപിലേക്ക് നിർത്തി. എന്നിട്ട് ചോദിച്ചു, ധ്വനി ഇവള് ഹാപ്പി ആയിരിക്കേ? എന്നെ നടന്നിടിച്ച്. അവൾ സന്തോഷത്തോടെ പറഞ്ഞു. അത് അത് അച്ഛനും അമ്മയും നമ്മുടെ ബന്ധത്തിന് ഓക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ വീണ്ടും ധ്വനിയെ എടുത്തു പൊക്കിയാൻ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചു. അവൻ അവളുടെ കട്ടിൽ ഒറ്റ ഇടൽ. പിന്നെ റൂമിൻ്റെ ഡോർ കുറ്റിയിട്ടു. നേരെ അവളുടെ മേൽ കയറി കിടന്നു. ധ്വനി പറയുന്നുണ്ട്, കാശി വേണ്ട, ഡോർ തുറക്ക്. വേണ്ട, ഞാൻ ഒച്ച വെക്കും. കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉന്നെ എതും പണ്ണുവാട്ടെ, എനിക്കൊരു കിസ് മട്ടും പോതും. അതും പറഞ്ഞ് അവൻ മുടി മുഖത്ത് നിന്ന് മാറ്റി മുഖത്തെല്ലാം കിസ് ചെയ്തു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ വിരൽ കൊണ്ട് അവളുടെ മുഖം തലോടി. അപ്പോൾ പതുക്കെ അവൾ കണ്ണു തുറന്നു. കാശി അവളുടെ ചുണ്ടിലേക്ക് കിസ് ചെയ്യാൻ വന്നപ്പോൾ ധ്വനി അവനെ പെട്ടെന്ന് അവളിലേക്ക് അടുപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇനി ഇതിനൊന്നും നിൽക്കരുതിട്ടാ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഹാപ്പിയായി നടക്കട്ടെ. അതിനുശേഷം മതി ഈ കൊഞ്ചലെല്ലാം. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. കാശി അവളുടെ പുറകെ പോയി വീണ്ടും കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഓക്കെ മാഡം, ഞാൻ എതുക്കും വരല്ലേ. നമ്മ കാര്യമെല്ലാം ഹാപ്പിയായി മുടിഞ്ചിടും. അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ അവൻ ഒരു ഉമ്മ കൊടുത്തു. ധ്വനി നേരെ അവളുടെ റൂമിൽ പോയി അവളുടെ ഡയറിയിലെടുത്ത് സന്തോഷം കുറിച്ചു. കാശി അവൻ്റെ ചേച്ചിയും മാമനുമായി കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി അവരുടെ അച്ഛനോടും അരുളിനോടും കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പിറ്റേന്ന് രാവിലെ എല്ലാവരും അച്ഛൻ്റെ റൂമിൽ പോയി. അരുളും ഉണ്ടായിരുന്നു. കുസുമ അച്ഛനരികിൽ പോയി ഇരുന്നു. അവൾ അവരുടെ കാര്യം അവതരിപ്പിച്ചു. ആദ്യം അച്ഛനൊന്ന് എതിർത്തെങ്കിലും പിന്നീട് അത് സമ്മതിച്ചു. കുടുംബത്തിൽ പിന്നീട് ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അവരുടെ നിശ്ചയം ഉറപ്പിച്ചു. നിശ്ചയ ദിവസം ധ്വനി മഞ്ഞ സാരിയിൽ വളരെ സുന്ദരിയായിരുന്നു. അവളെ ഒരുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാശി റൂമിൽ വരുന്നുണ്ടായിരുന്നു. അവളെ കാണാനാണ് അവൻ്റെ വരവ്. ധ്വനിയെ ഒരുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് അവസാനം അവിടെയുള്ള പെൺകുട്ടികൾ അവനെ പുറത്തേക്ക് ചവിട്ടി പുറത്താക്കി. കതകടച്ചു. ഡോർ അടച്ചപ്പോൾ പിന്നെ ജനലിനടുത്തായി അടുത്ത വരവ്. അപ്പോൾ എല്ലാവരും കൂടി ജനലും അടച്ചു. നമ്മുടെ കാശിക്ക് ധ്വനിയെ അടുത്ത് കിട്ടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ റൂമിലുള്ളവർ അതിന് സമ്മതിക്കണ്ടേ? ഒരുക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞു, ധ്വനിയക്കാ, കാശി മാമാവുക്ക് ഉങ്ങളെ പാക്കാതെ ഇരിക്ക മുടിയല്ലേ, പോലെ ഇരിക്ക്. അതും പറഞ്ഞ് അവർ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. കൂടെ ധ്വനിയും ചിരിച്ചു. അങ്ങനെ അവളെ ഒരുക്കി സുന്ദരിയാക്കി. കതക് തുറന്നതും അവിടെ തന്നെ കാശി നിൽപ്പുണ്ട്. ധ്വനിയെ കണ്ട് അവൻ കണ്ണ് വെട്ടാതെ നോക്കി നിന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവനെ ഒരു തട്ട് തട്ടി
അപ്പോൾ അവൻ സ്വപ്നലോകത്ത് നിന്ന് ഉണർന്നു. ഒന്ന് ചിരിച്ചു. പിന്നീട് പെൺകുട്ടികളോട് ജസ്റ്റ് ഒന്ന് മാറി തരുമോ എന്ന് ചോദിച്ചു. ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നെ കാശി കുറെ ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അവർ താഴേക്ക് നടന്നു. എല്ലാവരും പോയപ്പോൾ കാശി അവളെ റൂമിലാക്കി. അവനും ഉള്ളിൽ കയറി ഡോറടച്ചു. തുനി പറഞ്ഞു, നിനക്കെന്താ ഭ്രാന്താണോ? ഡോർ തുറക്ക്. ഇനിയും നിന്റെ കളി മാറിയില്ലേ? അവരൊക്കെ എന്താ വിചാരിക്കുക? അപ്പോൾ കാശി ചിരിച്ചുകൊണ്ട് തിരിച്ച് മറുപടി പറഞ്ഞു, ആമാ എനിക്ക് പൈത്യണ്ടാ. മേലത്താ എനിക്ക് പൈത്യം. പ്ലീസ് എനിക്കൊരു കിസ് കൊട്. അപ്പോൾ ഞാൻ പോയിടുവേ. പ്ലീസ്. ഏയ് ഇപ്പോൾ പറ്റൂല. നീ പോ. അവളും പറഞ്ഞു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മൾ സ്റ്റോറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിലാണ്. അപ്പോൾ അതുവരേക്കും ബൈ.